ചില മനുഷ്യരുണ്ട്, അവരെ പറ്റി ഓർക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ മനസ്സിൽ വരൂ. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് എന്താകുമായിരുന്നു. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ തലവര മാറ്റി എഴുതിയ ആധുനിക ഖത്തറിന്റെ ശില്പി ഫാദർ അമീർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി ഇനി ഓർമ്മയാണ്. ആ വിയോഗ വാർത്ത കേട്ടപ്പോൾ ഗൾഫിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിലെ എത്രയോ വീടുകളിലാണ് നെഞ്ചിൽ ഒരു വിങ്ങലുണ്ടായത്. സ്വന്തം കുടുംബത്തിലെ ഒരു കാരണവർ നഷ്ടപ്പെട്ട അതേ വേദന. 1995 അദ്ദേഹം ഖത്തറിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇന്നത്തെ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമൊന്നും അവിടെ ഇല്ലായിരുന്നു. വെറും ഒരു മരുഭൂമി. അവിടെ നിന്നാണ് വെറും 18 വർഷം കൊണ്ട് ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി അദ്ദേഹം ആ കൊച്ചുനാടിനെ മാറ്റിയെടുത്തത്. ഗ്യാസ് പൈപ്പ് ലൈനുകളിലൂടെ ഖത്തറിന്റെ സമ്പത്ത് കുതിച്ചുയർന്നപ്പോൾ അതിന്റെ ഗുണം സ്വന്തം നാട്ടുകാർക്ക് മാത്രമല്ല, ആ മണ്ണിലേക്ക് വിയർപ്പൊഴുക്കാൻ ചെന്ന പാവപ്പെട്ട പ്രവാസികൾക്കും അദ്ദേഹം ഉറപ്പാക്കി. അറേബ്യൻ മണ്ണിൽ വിദേശികൾക്കും സ്വദേശികളെ പോലെ സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ കാണിച്ച ആ വലിയ മനസ്സ്, അത് പ്രവാസികളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഹമദ് എയർപോർട്ടും മെട്രോയും ലോകത്തെ വിസ്മയിപ്പിച്ച ആ ഫുട്ബോൾ ലോകകപ്പുമെല്ലാം ആ മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങളുടെ ബാക്കി പത്രമാണ്. അധികാരം കിട്ടിയാൽ മരണം വരെ അതിൽ കടിച്ചു തൂങ്ങുന്ന ലോകത്തിന് മുന്നിൽ 2013 തന്റെ മകനെ രാജ്യമേൽപ്പിച്ച് അദ്ദേഹം പടിയിറങ്ങിയത് ചരിത്രമാണ്. ഇന്ന് ആ വലിയ സ്നേഹത്തിന്റെ തണലാണ് ഇല്ലാതായിരിക്കുന്നത്. ഇന്ത്യയും ഒപ്പം നമ്മൾ കേരളവും ഔദ്യോഗിക ദുഃഖാചരണത്തോടെയാണ് ആ വലിയ ഭരണാധികാരിക്ക് ആദരവ് അർപ്പിക്കുന്നത്. പ്രവാസികൾക്ക് നൽകിയ ആ പിതൃവാത്സല്യത്തിന്, ആ കരുതലോടെയുള്ള നോട്ടത്തിന് കണ്ണീരോടെ നന്ദി. ആധുനിക ഖത്തറിന്റെ ജനനായകന്, നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ അമീറിന് പ്രവാസ ലോകത്തിന്റെ